നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് കെട്ടിടം അപകട ഭീഷണിയിൽ. അരൂർ പഞ്ചായത്തങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബശ്രീക്കാരുടെ മരത്തണൽ എന്ന പേരിൽ നടത്തിയിരുന്ന ന്യായവില ഹോട്ടൽ നിർത്തലാക്കി അരൂർ പഞ്ചായത്തംഗങ്ങളുടെ വിശ്രമ കേന്ദ്രമാക്കി മാറ്റുകയാണ്. റിക്രിയേഷൻ വിനോദ സൗകര്യങ്ങളടക്കം വിശ്രമ കേന്ദ്രത്തിൽ ഒരുക്കി വരികയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് ക്യാമറ തിരിക്കുമ്പോൾ കാണുന്നത് പാവം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് മുറിയാണ്. തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തു കാണും വിധം ഏത് സമയവും ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ ഒരു ഇരുനില കെട്ടിടം. അതിലാണ് യാതൊരു സുരക്ഷയും ഇല്ലാതെ ജനങ്ങളുമായി നേരിട്ട് ബന്ധം ഉള്ള ജോലി ചെയ്യുന്ന വിഇഒ ഇരിക്കുന്നത്. ഒരു ഭാഗത്ത് ആധുനിക സൗകര്യങ്ങളോടെ പഞ്ചായത്ത് അംഗങ്ങൾക്കായി വിശ്രമമുറി ഒരുങ്ങുമ്പോൾ മറുവശത്ത് ഒരു സർക്കാരുദ്യോഗസ്ഥൻ ജീവൻ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടത്തിൽ ജോലി ചെയ്യുകയാണ്. മനുഷ്യാവകാശ ധ്വംസനമായി കരുതാവുന്ന സ്ഥിതിയാണ്. ആദ്യകാലത്ത് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന കോൺക്രീറ്റിൽ പണിത കെട്ടിടമാണിത്. ഏകദേശം 3 പതിറ്റാണ്ടോളം പഴക്കമുണ്ട്. മേൽത്തട്ടും അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷയെ കരുതിയാകണം മുകളിലെ നിലയിലേക്കുള്ള കോണിപ്പടി ജനങ്ങൾ കയറാതിരിക്കാനായി അടച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഓഫീസ് മാറ്റുവാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ. എല്ലാത്തിനും സാക്ഷിയായി പഞ്ചായത്ത് അങ്കണത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന നാഗലിംഗമരവും ഉണ്ട്. നാണമില്ലാത്തതിനാലാകണം പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുകളിൽ കുടുംബശ്രീ ഓഫീസിനോട് ചേർന്ന് ഒരു ആലും മുളച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കൃഷിഭവന്റെ കീഴിൽ അരൂരിലെ കർഷകർക്ക് ജൈവ പച്ചക്കറികൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനും പുതുക്കിപ്പണിത വിശ്രമ കേന്ദ്രം അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി ഞാൻ മിഥ്യാകുമാരി. നന്ദി.